അർജുൻ ഒന്നും മനസ്സിലാവാതെ കാർത്തിയെ നോക്കി. അതേടാ, നീ വന്ന ദിവസം മുതൽ ഇവളുടെ കണ്ണുകളിൽ നിന്നെ കാണുമ്പോഴുള്ള ഭാവം ഞാനും അഭിയും കണ്ടതാ. ആദ്യമൊന്നും ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ നെഞ്ചിൽ വീണ് ഗീതു കരഞ്ഞു തോർക്കുന്നുണ്ടോ? ആ കാഴ്ച കണ്ടുകൊണ്ട് ഇവളും അവിടെ ഉണ്ടായിരുന്നു. നീയും ഗീതുവും തമ്മിൽ എന്തോ ഉണ്ടെന്ന സംശയം ഇവളുടെ മനസ്സിൽ ഉടലെടുത്തു. അന്ന് ഇവളുടെ കണ്ണിൽ ഗീതുവിനെ ചുട്ടരിക്കാനുള്ള പക ഞാൻ കണ്ടതാണ്. അവളെ ഒഴിവാക്കാനായിട്ടായിരുന്നു പിന്നീടുള്ള ഇവളുടെ നീക്കങ്ങൾ ഒക്കെയും. പക്ഷേ അതിനുവേണ്ടി ഇത്ര തരം താഴ്ന്ന പണി ഇവൾ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അവൻ പക്ഷേ അത് നിയന്ത്രിച്ചു. ഗായത്രിയുടെ അടുത്തേക്ക് ചുവട് വെച്ചു. കാർത്തി പറഞ്ഞതൊക്കെ സത്യമാണോ? അർജുൻ അവളോട് ചോദിച്ചു. പറയടി പുല്ലേ. അർജുൻ്റെ ശബ്ദമുയർന്നതും ഗായത്രി പേടിച്ച് അതേ എന്ന് തലയാട്ടി. പിന്നീട് എല്ലാവരും ഗായത്രി നിലത്തിരിക്കുന്നതാണ് കണ്ടത്. കുറച്ചു സമയം വേണ്ടി വന്നു അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ. അർജുൻ്റെ അടിയുടെ ആഘാതത്തിൽ അവൾ വേച്ച് നിലത്ത് വീണിരുന്നു. ഒരുവിധം എഴുന്നേറ്റതും അവളെ ക്രോധത്തോടെ നോക്കുന്ന അർജുനെയാണ് കണ്ടത്. ഇപ്പോൾ നിനക്ക് ഞാൻ തന്നത് സ്വന്തം ലക്ഷ്യത്തിലേക്ക് എത്താനായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ വഞ്ചിച്ചതിനുള്ള സമ്മാനം. വീണ്ടും അർജുൻ്റെ കൈ വായുവിൽ ഉയർന്നു താഴ്ന്നു. ഇത് നീ ചെയ്ത കുറ്റം എൻ്റെ പെണ്ണിൻ്റെ തലയിൽ വെച്ച് അവളെ തെറ്റുകാരിയാക്കിയതിന്. ഇതുവരെ ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്നുള്ള സംശയമല്ലായിരുന്നു നിനക്ക്? എങ്കിൽ ചെവി തുറന്നു വെച്ച് കേട്ടോ. അർജുന് ഗീതുവിനെ ഇഷ്ടമാണെന്ന്. അല്ല, എൻ്റെ പ്രാണനാണവൾ. അത് കേട്ടതും അഭിയും കാർത്തിയും പോലും ഞെട്ടി. ഉടനെ അർജുൻ പ്യൂണിനെ വിളിച്ചു. അദ്ദേഹം വന്ന് ഗായത്രിയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുത്തു. ഇതുവരെയുള്ള നിന്റെ സാലറിയും ഡിസ്മിസൽ ലെറ്ററുമാണിത്. ഇനി നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല. സർ, ഐ എം സോറി. ഗായത്രി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചതും ഐ സേ ഗെറ്റ് ഔട്ട് എന്നൊരു അലർച്ച കേട്ട് പിന്നീട് അവൾ അവിടെ നിന്നില്ല. അർജുൻ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ ഒരു ചെയറിലിരുന്നു. കുറ്റബോധം കൊണ്ട് അവൻ്റെ ഉള്ളു നീറി. ഒന്നും പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ അവളെ കൈവച്ചത് ശരിയായില്ല എന്നവന് തോന്നി. പതിയെ കാർത്തി അർജുൻ്റെ തോളിൽ കൈവച്ചു. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നീ അവളെ അടിച്ചതിനും ഞാൻ തെറ്റു പറയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും കൺട്രോൾ പോകുമ്പോൾ അടിച്ചെന്നിരിക്കും. പക്ഷേ ചെയ്യാത്ത തെറ്റിനാണ് നീ അവളെ അടിച്ചത്. അത് അവൾക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക്. ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യാമായിരുന്നു. ശരിയാ, ഞാൻ അവളെ കൈവച്ചു. പക്ഷേ അത് ഈ കാര്യത്തിന് വേണ്ടി മാത്രമല്ലടാ. എനിക്കെന്ന് ആക്സിഡൻ്റ് ആയപ്പോൾ പോലും നീ ചോദിച്ചില്ലേ എവിടെ നോക്കിയാടാ കോപ്പെ വണ്ടി ഓടിക്കുന്നതെന്ന്. എൻ്റെ മനസ്സിൽ അത്രയും വലിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിവിട്ടു പോയതാടാ. അതുകൊണ്ടാണ് അന്ന് ആക്സിഡൻ്റ് ആയത്. രാഹുലിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെയും അർജുൻ കാർത്തിയോടായി പറഞ്ഞു. എനിക്ക് അവളുടെ കൂടെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലടാ. അന്ന് അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവളെ മനസ്സിൽ നിന്ന് കളയാനും അവരുടെ ഇടയിലേക്ക് ഒരു ശല്യമായി പോവില്ലെന്ന് ഉറപ്പിച്ചതാണ് ഞാൻ. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചാടാ കലങ്ങിയത്. അവളുടെ ഓരോ തുള്ളി കണ്ണുനീരും എന്നെയാണ് ചുട്ടരിച്ചുകൊണ്ടിരുന്നത്. ആ നിമിഷത്തെ അവളുടെ കണ്ണുനീർ സത്യമാണെന്ന് എനിക്ക് ഉറപ്പായി. തുറന്നു പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവായിരുന്നു ആ കണ്ണുനീർ. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് അവളെ സ്വന്തമാക്കണമെന്ന്. ആക്സിഡൻറ്റിന് മുൻപ് കണ്ടത് എൻ്റെ വെറും തോന്നലാണെന്നും ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അന്നു മുതൽ ഇന്ന് ഓഫീസിലെത്തും വരെ അവളെ കാണാനായി എൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു. അവളെ കാണാതെ ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ച വീർപ്പുമുട്ടലിൽ നിന്നും എനിക്ക് മനസ്സിലായതാ അവൾ എൻ്റെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന്. അവളെ ഞാൻ എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റേതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതുമായിരുന്നു. പക്ഷേ എന്നെ കാണാൻ അവളും ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നിയാൽ ഇന്ന് തന്നെ ഇഷ്ടം അവളോട് തുറന്നു പറയണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ അവളെ കാണാത്ത ഒരു നിമിഷവും ഞാൻ അനുഭവിക്കുന്ന ആ വീർപ്പുമുട്ടലിൻ്റെ ഒരംശം പോലും അവളിൽ ഞാൻ കണ്ടില്ല. രാഹുലുമായി ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഇത്രയും ദിവസം കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്തിയ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് തകർന്നപ്പോൾ ഞാൻ മറന്നു തുടങ്ങിയ എൻ്റെ ഉള്ളിൽ ആ സംശയം ഒന്നുകൂടി എൻ്റെ ഉള്ളിൽ മുളപൊട്ടി. അതിൻ്റെ കൂടെ ഗായത്രിയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടുപോയി. എല്ലാം കഴിഞ്ഞ് ആ ഫയൽ അതും കൂടി കണ്ടപ്പോൾ എല്ലാം കൂടി തിളച്ചു മറിഞ്ഞപ്പോൾ കൈവച്ച് പോയതാടാ. അല്ലാതെ അവളെ നുള്ളി നോവിക്കാൻ പോലും എനിക്കാവില്ല. അവൾക്ക് വേദനിക്കുമ്പോൾ അവളേക്കാൾ ഏറെ നോവുന്നത് എനിക്കാണ്. അവളുടെ കണ്ണ് നിറയുമ്പോൾ തകരുന്നത് എൻ്റെ ചങ്കാണ്. അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാടാ. കണ്ട നാൾ മുതൽ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് ഞാൻ. അവളെ കണ്ട ആ നിമിഷം മുതൽ ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് പ്രണയം എന്താണെന്ന്. ഇന്ന് ഞാൻ എൻ്റെ ജീവനേക്കാൾ ഏറെ അവളെ സ്നേഹിക്കുന്നുണ്ടടാ.
ആ അധികാരത്തിൽ തന്നെയാണ് കൈവച്ചു പോയതും. ഡാ, നീ ഇത്രമേൽ അവളെ സ്നേഹിച്ചിരുന്നോ? നിന്നെ പൂർണ്ണമായും ഞാൻ തെറ്റി പറയുന്നില്ല. പക്ഷേ നിന്റെ ഉള്ളിൽ തോന്നിയ സംശയം അത് നിനക്ക് തെറ്റി അർജുൻ. നിന്നോട് നുണ പറഞ്ഞ് ഓഫീസിൽ വരാതിരുന്നവൾ രാഹുലിൻ്റെ കൂടെ നീ പുറത്തു വെച്ച് കണ്ടു കാണും. പക്ഷേ ഞാൻ നിന്നെ കോൺഫറൻസ് ഹാളിലേക്ക് പറഞ്ഞു വിട്ടു. ഗായത്രിയുടെ അടുത്ത് നിന്ന് ഫയൽ എടുത്തപ്പോൾ ക്യാൻറ്റീനിലേക്ക് പോകുന്ന ഗീതുവിനെ കണ്ടു. അവളുടെ ആ മുഖം കണ്ടപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ അവൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ? എന്നെ കുറ്റപ്പെടുത്തിയതിലോ ചെയ്യാത്ത തെറ്റിന് അടിച്ചതിലോ എനിക്ക് വിഷമമില്ല. എന്നെ അടിച്ചത് എൻ്റെ അർജുനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ചേനെ. പക്ഷേ അത് മറ്റൊരാളുടെ മുന്നിൽ വെച്ചായപ്പോൾ, അതും ഗായത്രിയുടെ വാക്കുകേട്ട് എൻ്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറേയില്ല. അത് ഓർക്കുമ്പോഴാണ്. അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയി. അവൾ നിനക്ക് തരുന്ന സ്ഥാനം, അവളുടെ മനസ്സിൽ നീ ആരായിരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ വേണ്ടത്? പിന്നെ രാഹുൽ, അതിന് കൃത്യമായ ഉത്തരം തരേണ്ടത് അവൾ തന്നെയാണ്. നീ അവളോട് സംസാരിക്കുക. കാർത്തി, ഐ ലവ് ഹർ ലൈക്ക് ഹെർ. അതുകൊണ്ട് പറ്റിപ്പോയതാടാ. നീ എനിക്ക് വേണ്ടി അവളോടൊന്ന് സംസാരിക്കുക. അവളുടെ ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അതെന്നെ കൊല്ലാതെ കൊല്ലുക. എനിക്ക് എത്രയും വേഗം അവളോടൊന്ന് സംസാരിക്കണം. നീ വിഷമിക്കാതെ, ഞാൻ അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കാർത്തി അവിടുന്ന് പോയി. ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ ഗീതുവിൻ്റെ അടികൊണ്ട കവിളിൽ ഐസ് വെച്ച് കൊടുക്കുന്ന മഞ്ജുവിനെയാണ് കണ്ടത്. കൂട്ടത്തിൽ അനുവുമുണ്ട്. നീ വിഷമിക്കാതെടി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിന്നെ കരയുന്നത്? അനു ഗീതുവിൻ്റെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. അതിനാര് കരഞ്ഞു? ഗീതു അവർക്ക് നേരെ കണ്ണുകൾ പായിച്ച് ചോദിച്ചു. അപ്പോൾ നിന്റെ കണ്ണു നിറഞ്ഞതോ? മഞ്ജു സംശയരൂപേണ ഗീതുവിനെ നോക്കി. അടികൊണ്ട് വീർത്തിരിക്കുന്ന കവിളിൽ ഐസ് വെക്കുമ്പോൾ ആരുടെ കണ്ണായാലും ഒന്ന് നിറയും. കൂടെ ചുണ്ടിലെ മുറിവ് കൂടിയാകുമ്പോൾ ഹോ പറയണ്ട. ഗീതു ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. നല്ല വേദനയുണ്ടോടാ? മഞ്ജു അവളെ തലോടി ചോദിച്ചു. ഇല്ലടി, നല്ല സുഖമുണ്ട്. നീ ആരുടെയും കയ്യിൽ നിന്ന് ഇതുപോലൊരു അടി വാങ്ങ്. ചുണ്ടുപൊട്ടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ഐസ് എടുത്തു വെക്ക്, നല്ല സുഖം കിട്ടും. അല്ല പിന്നെ മനുഷ്യരുടെ കണ്ണിൽ കൂടി പൊന്നീച്ച മാറിയിരിക്കുക. അപ്പോഴവളുടെ ഒരു കുശലം. ഗീതു ചിറി കോട്ടി പറഞ്ഞു. പെണ്ണെ അടങ്ങിയിരിക്കെ, നിന്റെ അണപ്പലിനൊരു ഇളക്കമുണ്ട്. മഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അണപ്പലല്ലേ ഇളകിയുള്ളൂ, ഇതിനേക്കാൾ വലിയ പണി ഞാൻ നിനക്ക് കൊടുത്തിരിക്കും. ഗീതു എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും അവൾക്ക് മതിയായിട്ടില്ല. നീ ഇനിയും തള്ളുകൊള്ളാൻ കിടക്കുന്നതേ ഓൾറെഡി. ഇതൊന്നും ഒന്നുമല്ല. മഞ്ജു ഗീതുവിൻ്റെ പറച്ചിൽ കേട്ട് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഡി മഹാപാപി, കരിനാക്ക് വളച്ചൊന്നും പറയാതെ. ഗീതു രണ്ടിനെയും കൂർപ്പിച്ചു നോക്കി. എങ്ങനെ പറയാണ്ടിരിക്കും? നിന്റെ കയ്യിലിരിപ്പതല്ലേ? അല്ല, പുള്ളിക്കിട്ട് എങ്ങനെ പണി കൊടുക്കാനാണ് മോളുടെ പ്ലാൻ? മഞ്ജു ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അതോ, ഞാൻ അങ്ങനെ വളച്ചെടുത്ത് കെട്ടാൻ തീരുമാനിച്ചു. കെട്ടിക്കഴിഞ്ഞ് എൻ്റെ 5 പിള്ളേരുടെ തന്തയാക്കും ഞാൻ. എന്നോട് ഈ ചെയ്തതിനൊക്കെ എൻ്റെ മക്കളോട് ഞാൻ പ്രതികാരം വീട്ടും. വേറെ ആരെങ്കിലും ആയിരുന്നേ അവനെ എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു. ഓ, ഇപ്പോൾ അത്രയൊക്കെ ആയി അല്ലേ? എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് ഐഡിയ. നിന്നെ കെട്ടിയാൽ പിന്നെ അങ്ങേര് തീർന്നു. ഇതിലും വലിയ പണിയൊന്നും അയക്ക് ജന്മം കിട്ടാനേ ഇല്ല. തീവണ്ടിക്ക് തല വയ്ക്കുന്നതാവും അതിൽ നല്ലത്. മഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പൊട്ടി എന്ന് വിളിച്ച് ഗീതു അവളെ പിടിച്ചൊരു തള്ളു കൊടുത്തു. മഞ്ജു പോയി വീണതോ കാർത്തിയുടെ നെഞ്ചത്ത്. ഉടനെ തന്നെ അവനിൽ നിന്നും അവൾ വേർപെട്ടു. എൻ്റെ കുഞ്ചു, നോക്കിയൊക്കെ നടക്കണ്ടേ? ഇല്ലേ നിലത്ത് വീണ് ദേ ഒരുത്തി പഞ്ചറായി ഇരിക്കുന്നവർ ഇരിക്കേണ്ടി വരും. കൂട്ടത്തിൽ ഗീതുവിനിട്ടൊന്ന് താങ്ങി നിർത്തി കാർത്തി പറഞ്ഞതും ഗീതു കയ്യിലിരുന്ന ഐസ് അവന് നേരെ എറിഞ്ഞു. അങ്ങനെയൊരു നീക്കം മുൻകൂട്ടി കണ്ട കാർത്തി കുനിഞ്ഞു കൊടുത്തു. അതുപോയി വീണതോ അനുവുമായി കണ്ണുകൾ കണ്ട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന അഭിയുടെ മോന്തയ്ക്ക്. അവൻ ദയനീയമായി ഗീതുവിനെ ഒന്ന് നോക്കി. അവൾ വെടിപ്പായി ഒന്ന് ചിരിച്ചു കാണിച്ചു. പിന്നീട് അനുവും അഭിയും അങ്ങു മാറി നിന്നു. കാർത്തിയും മഞ്ജുവും ഗീതുവും കൂടി ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതിനിടയിൽ കാർത്തി എത്രയൊക്കെ അർജുൻ്റെ ഭാഗം പറയാൻ ശ്രമിച്ചിട്ടും ഗീതു അമ്പിനും വിലിനും എടുക്കുന്നില്ലായിരുന്നു. ഗായത്രിയുടെ വാക്ക് കേട്ട് അവളെ തല്ലിയതിൻ്റെ കലിപ്പ് മാറിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അവസാനം അവൻ്റെ 5 മക്കളെ ഓർത്തെങ്കിലും ഒന്ന് ക്ഷമിക്കേണ്ട ഗീതു എന്ന് പറഞ്ഞപ്പോൾ ഗീതുവിൻ്റെ എല്ലാ കിളികളും പറന്നുപോയി. ഉടനെ തന്നെ എല്ലാ കിളികളെയും പിടിച്ച് അവൾ കൂട്ടിലടച്ചു. അവനെല്ലാം കേട്ടു എന്ന് മനസ്സിലായതും അവൾ പിന്നെ തർക്കിക്കാനൊന്നും പോയില്ല. എൻ്റെ ഗീതുസേ, നീ ഒന്ന് ക്ഷമി. ഇല്ലേ കാത്തു സൂക്ഷിച്ച് അർജുൻ മാമ്പഴം വല്ല ഗായത്രിക്കാകയും കൊത്തിക്കൊണ്ട് പോവും. ദേ മനുഷ്യ, കരുനാക്ക് വളച്ചൊന്നും പറയാതെ. ഇമാതിരി അടിയും കൊണ്ടിട്ട് ഇനി അങ്ങനെ ഒരു ഗായത്രിക്കും കൊടുക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഗീതു കലിപ്പ് മൂടാൻ നോക്കി പറഞ്ഞു. ഇന്നലെ വരെ എന്നെ കാർത്തിയേട്ടാന്ന് വിളിച്ച പെണ്ണ ഇനിയിപ്പോൾ മനുഷ്യാന്ന് വിളിക്കുന്നു. എന്നിട്ട് നമ്മൾ കരുനാക്കൊള്ളവനായി. കാർത്തി സങ്കടത്തിൽ പറഞ്ഞു. കാർത്തിയേട്ടാ സോറി. ഗീതു കെഞ്ചി പറഞ്ഞു. നീ എന്നോട് മിണ്ടണ്ട.
കാർത്തി കപട ദേഷ്യം കാണിച്ചു. ഏട്ടാ ഒന്ന് ക്ഷമി, ഏട്ടൻ്റെ പെങ്ങളല്ലേ, പ്ലീസ്. ആ വിളിയിൽ കാർത്തി വീണു. അർജുൻ പറഞ്ഞതൊക്കെയും അവൻ അവളോട് പറഞ്ഞു. ഗീതുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം അലയടിച്ചു. അവൾക്കുള്ള അതേ ഇഷ്ടം അതിനേക്കാൾ ആഴത്തിൽ അവനുണ്ടെന്ന് അറിഞ്ഞ നിമിഷം അവൾക്ക് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. അവൾ കിടന്ന് തുള്ളിച്ചാടി. അവൾക്കത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ചാടി കളിച്ച് കളിച്ച് അവൾ കാർത്തിയുടെ കവിളിലും അടുത്തു നിന്ന് മഞ്ജുവിൻ്റെ കവിളിലും ഓടിച്ചെന്ന് ഉമ്മ വെച്ചു. അതേ ഫ്ലോയിൽ അടുത്തു നിന്ന് ആളെയും അവൾ പിടിച്ച് ഉമ്മ വെച്ചു. പക്ഷേ അത് കഴിഞ്ഞാണ് ആർക്കാണ് കൊടുത്തത് എന്നവൾ മുഖമുയർത്തി നോക്കിയത്. സകല കിളികളും ഫ്ലൈറ്റ് പിടിച്ചു പോയ അവസ്ഥയിൽ നിൽക്കുന്ന അർജുനെ മുന്നിൽ കണ്ടതും ഭൂമി പിളർന്ന് താഴേക്ക് ഞാൻ വന്നാൽ എന്നെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യുമോ എന്ന് തലകുനിച്ചവൾ ഭൂമി ദേവിയുടെ ചോദിച്ചു. കിളിയേ കിളിയേ ചിരിച്ചുകൊണ്ട് കാർത്തി അർജുൻ്റെ ചെവിയിൽ പാടിയതും അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന് തലയൊന്ന് കുടഞ്ഞു. ആ നിൽപ്പ് കണ്ടപ്പോഴേ അവന് ചിരി വന്നു. അർജുൻ എന്തോ ചോദിക്കാനായി വന്നതും കാർത്തിയേട്ടാ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് ഓടി. അർജുനിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അർജുൻ കാർത്തിക്ക് നേരെ നോക്കിയ ശേഷം അഭിയെ തപ്പിയതും അവൻ അനുവുമായി നിന്ന് കുറുകുന്നത് കണ്ടു. അതും നോക്കി കാർത്തി ദീർഘശ്വാസം വിട്ടതും അർജുൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അവൻ മഞ്ജുവിൻ്റെ നേരെ തിരിഞ്ഞു. പെങ്ങളെ, എനിക്കൊരു തെറ്റുപറ്റിയെന്നുള്ള നേരാ, അത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞ് ശരിയാക്കും. അതും കൂടി കഴിഞ്ഞാൽ ദേ ഇവൻ മാത്രം വഴിയാധാരമാവും. അത് കാണുമ്പോൾ ഞാൻ ഇവന് വേണ്ടി പെണ്ണ് നോക്കും. അത് വേണ്ടെങ്കിൽ മനസ്സിൽ ഈ കുരങ്ങനോട് ഇഷ്ടം വല്ലതും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞേക്ക്, അർജുൻ മഞ്ജുവിനോടായി പറഞ്ഞു. കാർത്തിക്ക് നേരെ തിരിഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. നീ നിന്റെ കാന്താരിമുളകിൻ്റെ എരവൊന്ന് കുറയ്ക്ക്. ഞാൻ പോയി ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ വീര്യം കുറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. കാർത്തിയോടായി പറഞ്ഞതും അർജുൻ പുറത്തേക്കിറങ്ങി. ഓഫീസിലെ ഗാർഡൻ ഏരിയയോട് ചേർന്നുള്ള സിമൻറ്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു ഗീതു. അർജുൻ അടുത്തേക്ക് വന്നതും അവൾ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. പക്ഷേ അവൻ ഗീതുവിൻ്റെ കയ്യിൽ പിടിച്ചു. അവിടെ ഇരിക്കുക, എനിക്ക് സംസാരിക്കണം. എനിക്ക് സംസാരിക്കണ്ട. നീ സംസാരിക്കണ്ട, പക്ഷെ എനിക്ക് സംസാരിക്കണമെന്ന് കേൾക്കണം, കേട്ടേ പറ്റൂ. അർജുൻ്റെ സ്വരം മാറിയതും ഗീതു അവിടെ ഇരുന്നു. ഗീതു, ഞാൻ ചെയ്തത് തെറ്റാണ്, സമ്മതിക്കുന്നു. സോറി പറയുന്നതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഇല്ലാതെയാവാനും പോണില്ല. നിനക്ക് ഒന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും ഞാൻ കാണിക്കണമായിരുന്നു, കഴിഞ്ഞില്ല. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ കൂടി നീ ഒന്ന് മനസ്സിലാക്ക്. നിന്നെ വേദനിപ്പിക്കണമെന്ന് വെച്ച് ചെയ്തതല്ല, അറിയാണ്ട് കൈവച്ച് പോയതാ. ഐ എം സോറി, റിയലി സോറി. അവളിൽ നിന്നും പ്രതികരണം ഒന്നും കിട്ടാത്തതുകൊണ്ട് അർജുൻ വീണ്ടും അവളെ നോക്കി. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിനക്കൊന്നും പറയാനില്ലേ? ക്ഷമ നശിച്ചപ്പോൾ അവൻ ചോദിച്ചു. സാറല്ലേ പറഞ്ഞേ ഞാൻ ഒന്ന് സംസാരിക്കേണ്ട, കേട്ടാൽ മതിയെന്ന്. ഞാൻ കേട്ടു. അർജുൻ അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും അവന് തോന്നിയില്ല. ഗീതു പ്ലീസ്, ഞാൻ സോറി പറഞ്ഞില്ലേ. താൻ പറയുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം. രാഹുലിനെയും നിന്നെയും കൂടി അന്ന് കണ്ടപ്പോൾ നീ എന്നോട് കള്ളം പറഞ്ഞു പോയതോർത്തപ്പോൾ നിയന്ത്രണം വിട്ടാണ് അന്ന് ആക്സിഡൻ്റ് ഉണ്ടായത്. വീണ്ടും നിന്നെയും അവനെ ഒരുമിച്ച് എൻ്റെ ഉള്ളിലെ ആ സംശയം വീണ്ടും ഒക്കെ കൂടിയായപ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റാ. ഒരു പെണ്ണിൻ്റെ മുഖത്തടിച്ചിട്ട് വേണ്ട ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ. പക്ഷേ ചതി, അതുമാത്രം എനിക്ക് സഹിക്കാനാവില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചുള്ള നിൻ്റെ കണ്ണുനീർ പോലും കള്ളമാണെന്ന് തോന്നിപ്പോയ ആ നിമിഷത്തിലാണ് എൻ്റെ കൈ നിൻ്റെ നേരെ ഉയർന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായി സ്നേഹം തോന്നിയ പെണ്ണ് മനസ്സിൽ നെയ്തുകൂട്ടിയതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നതിനെക്കുറിച്ച് എനിക്ക് അംഗീകരിക്കാൻ പോലും ആയില്ല. യെസ് ഗീതു, ഐ ലവ് യു. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആയുസ്സുള്ള നാൾ അത്രയും എന്നോടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നിറ കണ്ണുകളോടെ അർജുൻ കുറ്റസമ്മതം നടത്തിയതും അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യവും പരിഭവവും എല്ലാം അലിഞ്ഞില്ലാതെയായി. തന്നെ ഏൽപ്പിച്ച വർക്ക് ഗായത്രി എടുത്തുകൊണ്ട് പോയത് തൻ്റെ ശ്രദ്ധക്കുറവ് മൂലമായിരുന്നു. അന്നത് കുളമാക്കി കൊടുക്കുമെന്നും താൻ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായും അർജുനെ തെറ്റു പറയാൻ പറ്റില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൻ്റെ ഉള്ളിലെ തന്നോടുള്ള സ്നേഹവും ആ വാക്കുകളിൽ നിന്ന് ഗീതുവിന് മനസ്സിലാക്കാൻ സാധിച്ചു. രാഹുലിൻ്റെ കാര്യം അവനോട് പറയാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇനി അന്ന് നടന്ന സംഭവങ്ങൾ അതുപോലെ എഴുതുകയാണ്. അന്ന് രാഹുൽ ഗീതുവിനെ വിളിച്ചുകൊണ്ട് പോയത് മുതലുള്ള കാര്യങ്ങൾ. എന്താ രാഹുലേട്ടാ, എന്താ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഗീതു, ഞാൻ ഈ ഓഫീസിൽ വന്നിട്ട് 3 മാസം ആവുന്നേ ഉള്ളൂ. എനിക്കിവിടെ പറയത്തക്ക പരിചയമോ സൗഹൃദമോ ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അതിനിടയിൽ ഒരു സൗഹൃദവലയം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. തന്നോട് പക്ഷേ ഇത് പറയണമെന്ന് തോന്നി. തനിക്കൊരു പക്ഷേ എന്നെ സഹായിക്കാനാവും. എന്താ രാഹുലേട്ടാ, എന്താണേലും പറഞ്ഞോളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഗീതു, ഞാനൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ്.
കഴിഞ്ഞ 5 വർഷമായിട്ട്. കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു. പേര് സ്വാതി. ഞാനില്ലാതെ അവൾക്കോ അവളില്ലാതെ എനിക്കോ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അമ്മയോട് ഈ വിഷയം അവതരിപ്പിച്ചു. എനിക്ക് ആകെയുള്ളത് എൻ്റെ അമ്മ മാത്രമാണ്. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ സാമ്പത്തികമായി ഞങ്ങളെക്കാൾ വളരെ ഉയർന്ന നിലയിലുള്ള അവളുടെ അച്ഛൻ ഞങ്ങളുടെ ബന്ധം അംഗീകരിക്കാനായില്ല. ഞങ്ങളെ അദ്ദേഹം അവിടെ നാട്ടിയിറക്കി. സ്വാതിയുടെ പഠിപ്പും നിർത്തി. കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ അവളുടെ അച്ഛൻ്റെ വാക്കിന് മാറ്റം ഉണ്ടായില്ല. അവസാനം എല്ലാ പ്രണയങ്ങളെയും പോലെ ഇത്രയും കാലം കണ്ടൊരു സ്വപ്നം, സന്തോഷമുള്ള ജീവിതം മറ്റെല്ലാവർക്കും വേണ്ടി വേണ്ടെന്ന് വെച്ച് സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് വേറെ ഒരാൾക്കൊപ്പം ജീവിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അവളുടെ അച്ഛൻ്റെ വകയിലെ തന്നെ ഒരു ബന്ധുവിനെ കൊണ്ട് അവളെ കെട്ടിക്കാനുള്ള പ്ലാനില്ല. അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിറക്കൊണ്ട് വരാൻ തന്നെയാണ് തീരുമാനം. നാളെ എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. ഞങ്ങളുടെ കല്യാണവും. നാളെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരണം. ആ പാവത്തിനെ ഇനിയും അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത് കാണാൻ എനിക്കാവില്ല. അമ്മയ്ക്കും ഒരു തീരുമാനത്തോടെ എതിർപ്പൊന്നുമില്ല. അവളുടെ അമ്മയ്ക്കും സമ്മതമാണ്. നാളെ നല്ലൊരു മുഹൂർത്തമുണ്ട്. രജിസ്റ്റർ മാരേജിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുമുണ്ട്. നാളെ തന്നെ എനിക്ക് അവളെ താലി ചാർത്തണം. എൻ്റെ ജീവൻ്റെ പാതിയാക്കണം. അത്യാവശ്യം ആൾക്കാരെയെല്ലാം അവളുടെ വീടിന് മുന്നിൽ അവളുടെ അച്ഛൻ കാവൽ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് ചെന്ന് അവളെ വിളിച്ചിറക്കൊണ്ടുവരാനാവില്ല. അതിനാണ് എനിക്ക് ഗീതുവിൻ്റെ സഹായം വേണ്ടത്. എനിക്കറിയാം ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. താൻ ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. പറ്റില്ലെങ്കിൽ സാരമില്ല, തുറന്നു പറഞ്ഞോളൂ. സ്നേഹിക്കുന്നവർ ഒന്നാകണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് രാഹുലേട്ടാ ഞാനും. മറ്റൊരാളെ ആ കുട്ടിക്ക് അംഗീകരിക്കാനാവില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ മനസ്സ് പറയുന്ന പോലെ ചെയ്യുക. നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ എല്ലാം നന്നായി തന്നെ സംഭവിക്കും. ഗീതു പറഞ്ഞു നിർത്തി അർജുന് നേരെ നോക്കി. എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയില്ലേ? അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് ഞങ്ങൾ ഇറങ്ങി വന്നതല്ലേ? ഇപ്പോൾ ആലോചിക്കുന്നത്? ഗീതു ചോദിച്ചതും അർജുൻ അതേ എന്ന് തലയാട്ടി. അന്ന് ടെക്സ്റ്റൈൽസിൽ പോയത് സ്വാതിക്കും രാഹുലേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാനാ. അന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മുഹൂർത്തമനുസരിച്ച് അവരുടെ രജിസ്റ്റർ മാരേജ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കൂടി അറിയണമെങ്കിൽ രാഹുലേട്ടനോട് ചോദിക്കണം. അത്രയും പറഞ്ഞ് ഗീതു പോവാനായി തുനിഞ്ഞതും അവളുടെ ദേഷ്യം പൂർണ്ണമായി മാറിയിട്ടില്ല എന്നവന് മനസ്സിലായി. ഉടനെ തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അർജുൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു.